പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യേശു വരാറായി. ഇന്ന് രാത്രിയിലും നാം ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനാണ്. 2025 വർഷങ്ങൾക്ക് മുൻപ് യേശു പറഞ്ഞു, ഞാൻ വേഗത്തിൽ വരും. ഭവനമൊരുക്കി നിങ്ങളെ ചേർപ്പാൻ. കണ്ണുനീരില്ലാത്ത, കഷ്ടതയില്ലാത്ത, സങ്കടമില്ലാത്ത, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സങ്കടമില്ലാത്ത ആ നല്ലൊരു നാള് യേശു അപ്പച്ചൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഈ ലോകത്തിലെ സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നാം ഉണരുക, ഏത് സമയത്തും എൻ്റെ പ്രിയൻ്റെ വരവ് ഉണ്ടാകും. അങ്ങനെ പ്രതീക്ഷയോടെ വേണം നാം ഇരിക്കാൻ. കറ, ചുളുക്കം, മാലിന്യം, വാട്ടം ഇല്ലാത്ത ആ നിത്യ തേജസ്സിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒത്തിരി വേദനകൾ നിറഞ്ഞൊരു അനുഭവത്തിൻ്റെ നടുവിലാണ് ഇന്ന് രാത്രിയിലും ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതാണ് എൻ്റെ സന്തോഷം, ഇതാണ് എൻ്റെ ആരോഗ്യം. എനിക്ക് 16 വയസ്സുള്ളൊരു മോളുണ്ട്. അവിടെ ഒരു കിഡ്നി ഫുൾ ഫെയിലാണ്. ഒരു കിഡ്നിയുടെ 20% മാത്രമേ വർക്കുള്ളൂ. ഇപ്പോഴും എൻ്റെ കുഞ്ഞ് ട്രീറ്റ്മെന്റില്ല. അവളോട് കൂടെ പഠിച്ചവർ 4 പേരും ഇതേ അസുഖത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആരോരും ആശ്രയമില്ലാതെ തനിച്ച് ഞങ്ങൾ ആയിരുന്ന സമയത്തും ആ യേശുപ്പൻ്റെ പൊൻകരം എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ട്. എൻ്റെ മോൾ എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, പപ്പ, എൻ്റെ ഈ ശരീരം ഈ മണ്ണിൽ ദ്രവിച്ചു പോയാലും ദ്രവത്വമില്ലാത്ത, കഷ്ടതയില്ലാത്ത ഒരു ശരീരത്തോടുകൂടെ യേശു വിളിച്ചാൽ ഞാൻ പോകും. എൻ്റെ കുഞ്ഞിൻ്റെ പ്രത്യാശയാ. അന്ന് മുതൽ ഞങ്ങളെ നടത്തുന്ന ഒരു യേശുവുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് സന്തോഷം. ഇത് മാത്രമാണ് എൻ്റെ ലാഭം. യേശുവിനെ ഉയർത്തുക, യേശുവിനെ പാടുക. കുഞ്ഞ്, ഒരു നിമിഷം ഞാൻ പറയാം. ഒരു പക്ഷേ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നീ കുഴഞ്ഞു വീണ മരിച്ചാലും പ്രത്യാശിക്കണം. കാരണം വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ. ആ പ്രത്യാശ അകത്തുള്ളവർ ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി നല്ലൊരു സ്തോത്രം പറഞ്ഞു. പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്, യേശു വേഗത്തിൽ വരും. കല്യാണ വസ്ത്രം ധരിച്ചാൽ മാത്രമേ മണവാളനോട് കൂടെ നിനക്ക് പോകാൻ കഴിയൂ. ഇല്ലെങ്കിൽ 5 പേര് തള്ളപ്പെട്ടതുപോലെ നീയും തള്ളപ്പെടുവാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് വിശുദ്ധിയെ തികച്ച മണ്ണെ പ്രതിമാണിക്കത്ത് വിടിയാതെ സുന്ദരനാം മനോഹരന്റെ ആ അവസ്ഥയിലേക്ക് ഇന്ന് രാത്രി ആത്മാവിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മനോഹരമായ ഒരു തമിഴ് ഗാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഉന്നത ദേവൻ ഉന്നുട
இருக்கு உள்ளமை கலங்காதே. എത്ര പേർക്ക് പറയാൻ കഴിയും? ഉന്നത ദേവൻ ഉന്നോട് ഇருக்கு உள்ளமை கலங்காதே. அவர் நல்லவரே என்றும் வல்லவரை நன்மகள் குறையாது. அவர் நல்லவரை என்றும் வல்லவரை നന്മകൾ കുറയാതെ. അക്കരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് ഹല്ലേലൂയ. ഒരുത്തുകാരനായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ ശബ്ദവും കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ദൈവം തരുന്ന ആയുസ് അവന് വേണ്ടി പാടുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും ഒരുപോലെ தேவனோடு இருக்கு உள்ளமை கலங்காதே. அவர் நல்லவரை இன்றும் வல்லவரை நன்மைகள் குறையாது. அவர் நல்லவரை இன்றும் வல்லவரை நன்மைகள் குறையாது. தேவனோடு இருக்கு உள்ளமை கலங்காதே. தேவனோடு இருக்கு உள்ளமை கலங்காதே. നല്ലതുപോലെ കൈയടിച്ചാൽ വാദം, ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാം ശക്തിയോടെ അതിലൊന്ന് സന്തോഷിച്ച് മണവാളൻ വരും. മണവാട്ടിയെ നീ ഒരുങ്ങിയിട്ടുണ്ടോ? അവൻ വേഗത്തിൽ വരും. 5 പേർ തള്ളപ്പെട്ടതുപോലെ അവരുടെ കൂട്ടത്തിലാകല്ലേ. ഇന്ന് രാത്രി വിശുദ്ധിയെ തികച്ച ഒരുങ്ങാം. പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഹല്ലേലൂയ.
പ്രാർത്ഥിക്കുന്നവൻ വിജയിക്കും, പ്രാർത്ഥിക്കാത്തവൻ പരാജയപ്പെടും. ഏതൊരു ഭക്തന്റെ ജീവിതത്തിന്റെ വിജയമെന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എവിടെ അവസാനിക്കുന്നു അവൻ തോറ്റുപോകും. ഇന്ന് രാത്രി പ്രാർത്ഥനയാകുന്ന സാമ്രാജ്യം കൊണ്ട്, സ്നേഹമാകുന്ന സാമ്രാജ്യം കൊണ്ട് വിശുദ്ധിയെ തികച്ച് അവന്റെ ഓരോവിന് വേണ്ടി പ്രതീക്ഷയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ചേർത്ത് നടിച്ച്